സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചീരയുടെ തണ്ട് ഉപയോഗിച്ചിട്ട്, തണ്ട് മാത്രമല്ല അതിൻ്റെ ആ ഒരു വേരെന്ന് നമുക്കൊട്ടും കളയാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ, നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാനിത് ഇവിടെ ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വേര്, ഈ ഒരു ഭാഗം നമ്മൾ സാധാരണ കട്ട് ചെയ്തങ്ങ് മാറ്റി കളയാണ് ചെയ്യാറ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു തണ്ടിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അധികം മൂക്കാത്ത ചീര ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഞാനിവിടെ തോരന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാർട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഒരു വേരുണ്ടല്ലോ, ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ചിരണ്ടി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അല്ലാതെ ഇത് ചെത്തി മാറ്റി കളയൊന്നും വേണ്ട, ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മൂത്തൊക്കെ പോയിട്ടുള്ള ചീരയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂത്തിട്ടുള്ള ചകിരി പോലെ ഇരിക്കുന്ന തണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെത്തി അങ്ങ് കളയൊന്നും വേണ്ട, ഈ ഒരു പറയുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട്, ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഇത് കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് കേട്ടോ നമ്മുടെ ആ ഒരു വേര് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കളയാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ക്ലീൻ ആക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ണും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട, നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വേരിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് കട്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുരിങ്ങക്കായുടെ പകുതി. അത് ഇതേപോലെ ഒന്ന് നടുവേ പുളർന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിൽ ഒരു ക്യാരറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീൻസും അതേപോലെ തന്നെ വള്ളിപ്പയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഇതേപോലത്തെ ഒരു സവാളയുടെ പകുതി മാത്രം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി മാത്രം എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 5 or 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലൊരു വെള്ളരിയുടെ ഇത്രയും ചെറിയൊരു പീസ് മതി. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് തൊലിയൊന്നും കളയണ്ട, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അരി കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മുഴുവനായിട്ടും ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വള്ളിപ്പയറും ബീൻസും അമരപ്പയറും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് മുങ്ങുന്ന വിധത്തിൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിൽ ഏകദേശം 250 ml കപ്പിനകത്ത് 2 കപ്പ് അളവിൽ നിറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല, വെജിറ്റബിൾസ് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കംപ്ലീറ്റ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കുന്നതാണ് കേട്ടോ. ഇത് ഇപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്തിട്ടുണ്ടാവും. ഒരു ഹാഫ് കുക്കായി കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ ബാക്കി കാര്യം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒട്ടും ചൂടില്ലാതെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. ഒരു ജാർ എടുത്തിട്ട് ഇതിലുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരിയാനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു കുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരച്ച് കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. മുഴുവൻ വെള്ളവും ചേർത്തിട്ട് നമ്മൾ അരക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മുരിങ്ങക്കായൊക്കെ ഉണ്ടല്ലോ അതൊന്നും നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ.
അപ്പം നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ആ ഒരു വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വെള്ളം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു പകുതിയിൽ താഴെയുള്ള അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു മുരിങ്ങക്കായുടെ ആ ഒരു ചകിരി പോലത്തെ ആ ഒരു നാര് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ബാക്കി വെള്ളം കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 തവണ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലോട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ജ്യൂസ് അരിപ്പ തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലതായിട്ടുള്ള ആ ഒരു കൊഴുപ്പും അതിൻ്റെ കംപ്ലീറ്റ് സത്തും ഇതിലേക്ക് ഇറങ്ങി വരില്ല കേട്ടോ. ചെറിയ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കരുത്. അതിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വെറും വെള്ളം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ജ്യൂസ് അരിപ്പയിൽ തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ ഒരു നാരുണ്ടല്ലോ അത് നമുക്ക് അങ്ങ് കളയാം, അത് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു നാര് കളഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിതിവിടെ സെക്കൻഡ് ബാച്ചും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു സൂപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കുടിക്കാന്നുണ്ടെങ്കിൽ പിള്ളേർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കറക്റ്റ് തിക്നെസ്സാണ്. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കുക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറുകി പോയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം, നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തിളപ്പിക്കരുത്, നല്ല ചൂടാക്കി മാത്രം എടുക്കുക. ഒരു കാരണവശാലും തിളപ്പിക്കരുത് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് നന്നായിട്ട് ചൂടായിട്ട് കിട്ടും കുക്കറിലാണെന്നുണ്ടെങ്കിൽ. അതെല്ലാം നിങ്ങളുടെ എടുക്കുന്ന പാത്രത്തിൻ്റെ പെട്ടെന്ന് ചൂടാകുന്നതിനനുസരിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി മാത്രം എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു സൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതേപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ആദ്യമേ തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. സൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപ്പ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഒരല്പം നെയ്യ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഉപ്പ് ഒരല്പം കുറവായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കടിക്കാനൊക്കെ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കുടിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിത് ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.